നമസ്തേ, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 10ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാദ്യം വിനു എന്ന പേരുള്ള ഒരാൾ സ്വയം പരിചയപ്പെടുത്തുന്നത് നോക്കാം. പറയുകയാണ്, ആദ്യത്തെ ആൾ പറയുകയാണ്, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, സ്വയം പരിചയപ്പെടുത്തൂ എന്ന്. അപ്പോൾ വിനു ഉത്തരം പറയുന്നു, ഓക്കെ സർ, മൈ നെയിം വിനു. ശരി സർ, എൻ്റെ പേര് വിനു. കം ഫ്രം ആലുവ, സ്വദേശം ആലുവ. ഫാദേഴ്സ് നെയിം മിസ്റ്റർ രാജൻ, അച്ഛൻ്റെ പേര് രാജൻ എന്നാണ്. മദേഴ്സ് നെയിം മിസ്സസ് ലീല, അമ്മയുടെ പേര് ലീല. വർക്ക് ഫോർ എ പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മാരീഡ്, വിവാഹിതനാണ്. വൈഫ്സ് നെയിം നീതു, ഭാര്യയുടെ പേര് നീതു. വി ഗോട്ട് 2 kids, ഞങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബഹുമാനിക്കേണ്ട പുരുഷൻ്റെ പേരിന് മുമ്പിൽ മിസ്റ്റർ എന്നും, വിവാഹിതയായ പ്രായമുള്ള സ്ത്രീയുടെ പേരിന് മുമ്പിൽ മിസ്സിസ് എന്നും, വിവാഹിതയാണെങ്കിലും വിവാഹിത അല്ലെങ്കിലും പ്രായം കുറഞ്ഞ സ്ത്രീയുടെ പേരിന് മുമ്പിൽ മിസ് അഥവാ മെസ് എന്നും ചേർത്ത് പറയുക. രണ്ടാമത്തെ കാര്യം, ഐ കം ഫ്രം ആലുവ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട് ആലുവയാണ് എന്നർത്ഥം. ഐ ആം കമ്മിങ് ഫ്രം ആലുവ എന്ന് പറഞ്ഞാൽ ഞാൻ ആലുവയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത് എന്നർത്ഥം. നമ്മൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നല്ല പറയേണ്ടത്, നമ്മുടെ നാട് ഏതാണ് എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് ഈ അർത്ഥത്തിൽ കം ഫ്രം എന്നോ ഐ കം ഫ്രം എന്നോ ഐ ആം ഫ്രം എന്നോ പറയുക. കമ്മിങ് ഫ്രം അല്ലെങ്കിൽ ഐ ആം കമ്മിങ് ഫ്രം എന്നിവയല്ല പറയേണ്ടത്. മൂന്നാമത്തെ കാര്യം, ജോലി ചെയ്യുന്ന സ്ഥലം കമ്പനിയോ അറിയപ്പെടുന്ന വലിയ സ്ഥാപനമാണെങ്കിൽ നമ്മൾ വർക്ക് ഫോർ എന്നായിരിക്കും പറയുക. ഉദാഹരണത്തിന്, ഐ വർക്ക് ഫോർ ആൻ എഞ്ചിനീയറിംഗ് കമ്പനി, ഐ വർക്ക് ഫോർ മൈക്രോസോഫ്റ്റ്. ഇനി സ്ഥാപനത്തിൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ, ശരിക്കുള്ള ഒറിജിനൽ പേരാണ് പറയുന്നതെങ്കിൽ വർക്കിൻ്റെ കൂടെ അറ്റ് ചേർത്തിട്ട് പറയാം, വർക്ക് അറ്റ്. ഐ വർക്ക് അറ്റ് മൈക്രോസോഫ്റ്റ്. എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ പേര് ചേർക്കാതെ നമ്മൾ ഫാക്ടറി എന്നോ ഹോസ്പിറ്റൽ എന്നോ അല്ലെങ്കിൽ ഹോട്ടൽ എന്നോ ബാങ്ക്, സ്കൂൾ, ഷോപ്പ്, റെസ്റ്റോറൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഈ വേർഡ്സൊക്കെ വെച്ചിട്ടാണ് പറയുകയെങ്കിൽ വർക്കിൻ്റെ കൂടെ ഇൻ ചേർത്തിട്ടാണ് പറയുക. ഐ വർക്ക് ഇൻ എ ബാങ്ക്, ഐ വർക്ക് ഇൻ എ ഷോപ്പ്, ഇങ്ങനെയൊക്കെയാണ് പറയുക. ഇനി ചില സാധാരണ സംഭാഷണങ്ങൾ. ആദ്യത്തെ ആൾ, കാൻ സ്റ്റാൻഡ് ദ ഹീറ്റ്, ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ബി പറയാണ്, മേ റെയിൻ ഇൻ എ ഡേ ഓർ 2, 1-2 ദിവസത്തിനുള്ളിൽ മഴ പെയ്തേക്കും. ഇതിൻ്റെ പൂർണ്ണരൂപങ്ങളെല്ലാം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഒരാൾ മറ്റൊരാളോട് ഫോണിൽ ചോദിക്കുകയാണ്, കെയിം ബാക്ക്, തിരിച്ചെത്തിയോ? ഉത്തരം, യാ ഗോട്ട് ഹോം ലാസ്റ്റ് നൈറ്റ്, ഇന്നലെ രാത്രി വീട്ടിലെത്തി. വെൻ യു ഡിൻ ഫോൺ മീ, എപ്പോൾ? നീ എനിക്ക് ഫോൺ ചെയ്തില്ലല്ലോ, നീ എന്നെ വിളിച്ചില്ലല്ലോ. വാസ് ഡെഡ് ടയേർഡ്, കുഡിൻറ്റ് ഡു എനിത്തിങ്, ഞാൻ വല്ലാത്ത ക്ഷീണത്തിലായിരുന്നു കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. അടുത്ത സംഭാഷണം, ഗ്രേപ്പ് ഫ്രൂട്ട് അവൈലബിൾ ദർ, ഒരു കടയിൽ ചെന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, പംപ്ലിമാസ് നാരങ്ങ എവിടെ കിട്ടുമോ എന്നാണ്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ പംപ്ലിമാസ് നാരങ്ങ എന്ന പേരുള്ള, നമ്മൾ നാട്ടിൻപുറത്ത് ബബ്ലൂസ് നാരങ്ങ, കമ്പിളി നാരങ്ങ, കുംബ്ലൂസ് നാരങ്ങ എന്നൊക്കെ വിളിക്കുന്ന സാധനമാണ്. അത് ഗ്രേപ്സ് എന്ന് പറയുന്നത് മുന്തിരിയാണ്, ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഈ പംപ്ലിമാസ് നാരങ്ങയാണ്. അപ്പോൾ കടക്കാരൻ പറയുന്നു, ഷുവർ, തീർച്ചയായിട്ടും കിട്ടും. മറ്റേ ആൾ ചോദിക്കുകയാണ്, ഹൗ യു സെൽ ഇറ്റ്, എങ്ങനെയാണിത് വിൽക്കുന്നത്, അതായത് വില എന്താണ് എന്നാണ് ചോദ്യം. 40 rupees എ കിലോ, കിലോയ്ക്ക് 40 രൂപ. ഈസ് ദറ്റ് ആൾ? ദെൻ 2 kilos, അത്രയേ ഉള്ളൂ എന്ന് ചോദിക്കാൻ ഈസ് ദാറ്റ് ഓൾ എന്ന സ്പോക്കൺ ഫ്രേസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു സംഭാഷണ ശകലം. ആദ്യത്തെ ആൾ ചോദിക്കുകയാണ്, വെർ യു ബീൻ, ഇതുവരെ നീ അവിടെ പോയിരിക്കുകയായിരുന്നു.
അടുത്ത ആൾ ഉത്തരം ബി ഉത്തരം പറയുകയാണ്. നോ വെയർ, എങ്ങും പോയിരുന്നില്ലല്ലോ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നർത്ഥം. അത് മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, ഐ ബീൻ ഹിയർ ഓർ ഐ വാസ് ഹിയർ, ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇനി മറ്റൊരു തരത്തിൽ ബാത്റൂം ഓർ ടു ബാത്റൂം എന്ന് പറയാം നമുക്ക്, അതായത് ബാത്റൂമിൽ പോയിരിക്കുകയായിരുന്നു. ഇനി വേർ ഹാവ് യു ബീന് പകരം നമുക്ക് വേർ യു എന്നും പറയാം. ചിലരങ്ങനെ പറയാറുണ്ട്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. വേർ ഹാവ് യു ബീൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ നീ എവിടെയായിരുന്നു, ഇതുവരെ നീ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെ നീ എവിടെ പോയിരിക്കുകയായിരുന്നു എന്നർത്ഥം. വേർ യു എന്ന് ചോദിച്ചാൽ നീ എവിടെ പോയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ എവിടെയായിരുന്നു എന്നർത്ഥം. ഇതുവരെ എന്നുള്ളത് രണ്ടാമത്തേൽ വേർ യുവിൽ ഉണ്ടാവില്ല. ആദ്യത്തേൽ ഇതുവരെ എന്നുള്ള ഒരു രൂപം കൂടി കൂടുതലുണ്ടാവും. ഇനി എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിക്കാനും, ഇപ്പോൾ നമ്മൾ എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചോദിക്കാനായിട്ട് വേർ ഹാവ് യു ബീൻ ആണ് ഉപയോഗിച്ചത്. അതുപോലെ എവിടെ പോയിട്ട് വരുന്നു എന്നൊരാളോട് നമുക്ക് വഴിക്കൊച്ച് കാണുമ്പോൾ എവിടെ പോയിട്ട് വരുന്നു എന്നൊക്കെ ചോദിക്കാനും ഈ വേർ ഹാവ് യു ബീൻ ആണ് ഉപയോഗിക്കുന്നത്. അവിടെ നമുക്ക് വേണമെങ്കിൽ വേർ യു വെൻഡ് എന്നും ചേർക്കാം. അപ്പോൾ ആദ്യത്തെ ആൾ ചോദിക്കുകയാണ് വേർ യു ബീൻ, നിങ്ങൾ എവിടെ പോയിട്ട് വരുന്നു, എവിടെ പോയിട്ട് വരുന്നു എന്ന ചോദ്യം. ഉത്തരം നമുക്ക് പല ഉത്തരങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, മറുപടികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹോം എന്ന് പറഞ്ഞാൽ വീട്ടിൽ. ഇനി സ്കൂൾ എന്ന് പറയാം, ടു സ്കൂൾ എന്നും പറയാം, സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു എന്നർത്ഥം. അങ്കിൾസ്, അമ്മാവൻ്റെ വീട്ടിൽ. നമ്മൾ അങ്കിൾസ് ഹൗസ് എന്ന് പ്രത്യേകിച്ച് പറയണമെന്നില്ല, അങ്കിൾസ് എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ അമ്മാവൻ്റെ വീട്ടിൽ നിന്നാകും. നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ അയൽവക്കത്ത് നിന്നാകും. അപ്പോൾ അവിടെ ഹൗസ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയണമെന്ന് നിർബന്ധമില്ല. ഇനി ആസ് ഫാർ ആസ് ദ ജംഗ്ഷൻ, ഈ ജംഗ്ഷൻ വരെ പോയിരുന്നു, ഈ കവല വരെ പോയിരുന്നു. നെക്സ്റ്റ് ഈ സിനിമ, ഒരു ചലച്ചിത്രം കാണാൻ പോയിരുന്നു. ടു സീ എ ഫ്രണ്ട്, ഒരു കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ കാണാൻ പോയിരുന്നു. ബീൻ എ വേ, ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയായിരുന്നു, ദൂരെ പോയിരിക്കുകയായിരുന്നു, ഒരു യാത്ര പോയിരിക്കുകയായിരുന്നു എന്നർത്ഥം. ബീൻ ടു ഗോവ എന്നും പറയാം, ഗോവ എന്ന് മാത്രമായിട്ടും പറയാം, ഗോവയ്ക്ക് പോയിരിക്കുകയായിരുന്നു. ഇനി ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, സിനിമ എന്ന് പറയുന്ന വേർഡിന് ചലച്ചിത്ര പ്രദർശനശാല എന്നാണ് ശരിക്കും ഇംഗ്ലീഷിലുള്ള അർത്ഥം. ചലച്ചിത്രം എന്ന അർത്ഥമില്ല. പക്ഷേ നമ്മളിവിടെ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് സിനിമ ചലച്ചിത്രമായിട്ട് എടുക്കാം. ഇനി അടുത്ത സംഭാഷണ ശകലം. ആദ്യത്തെ ആൾ പറയുന്നു ജോൺ പാസ്റ്റ് അവേ, ജോൺ മരിച്ചുപോയി. പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നർത്ഥം. മറ്റേ ആൾ പറയുന്നു ഐ ന്യൂ, ഞാൻ അറിഞ്ഞു. വീണ്ടും ആദ്യത്തെ ആൾ ഐ ആം ഗോയിങ് ദർ കമ്മിങ്, ഐ എം ഗോയിങ് ദർ കമ്മിങ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. നോ ഐ ജസ്റ്റ് ബീൻ ദർ, ഇല്ല ഞാനിപ്പോൾ അവിടെ പോയിട്ട് വന്നേ ഉള്ളൂ, ഞാൻ അവിടെ പോയിട്ട് വന്നേ ഉള്ളൂ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് ജസ്റ്റ് ബീൻ ദർ എന്നാണ്. സംഭാഷണത്തിൽ ഐ ജസ്റ്റ് ബീൻ ദർ എന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായിട്ട് അറിയിക്കുക. പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.